ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ, അതെ, സുഫിയാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മുടെ വേൾഡ് കപ്പിന്റെ നമ്മളെ നോർവേയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ശക്തമായ പോരാട്ടം. ഇംഗ്ലണ്ടുമായിട്ടുള്ള ഇംഗ്ലണ്ട് അപ്പം നമ്മള് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഇന്ന് 2:30-ക്ക് ഒരു മാച്ച്, അതുപോലെ 6:30-ക്ക് ഒരു സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള അതിശക്തമായ മാച്ചാണ് 6:30-ക്ക് കൃത്യം ഇന്ത്യൻ സമയം. പെപ്സി ഒക്കെ മേടിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലേസ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഫിഫ സ്നാക്ക് ഉണ്ടാക്കിയിരുന്നു, ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എടാ അത് വീഡിയോ എടുത്തില്ലടാ. എടാ അത് മറ്റേ പവിഴവല്ലി പാട്ടിട്ടിട്ട് ഞാൻ മറ്റേ കഴിക്കുന്ന കിടത്തില്ലേ, ആ സൗണ്ടൊക്കെ വേണമായിരുന്നു. ആ ശരി, ഓക്കെ. അപ്പം ഇന്നത്തെ മാച്ചിന്റെ കാര്യങ്ങൾ പറയൂ. ഇന്ന് ഭയങ്കര ലോങ് വ്ളോഗ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? ഇന്ന് നമുക്ക് ഉറക്കമുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഉറക്കമില്ല. ഇന്ന് 2:30-ക്ക് നോർവേയുടെ കളിയുണ്ട്. നോർവേ ആരുടെ കൂടെ ആയിരുന്നു? ഇംഗ്ലണ്ടുമായിട്ടും. അതുപോലെ തന്നെ 6:30-ക്ക് അർജന്റീന സ്വിറ്റ്സർലൻഡ് കളിയുണ്ട്. അപ്പം അതിന് ഇർഫാൻ തൻ്റെ വീട്ടിൽ നിന്നും അതിവിദഗ്ധമായി പറഞ്ഞ് കരഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. സുഫിയാനും വീട്ടിൽ നിന്നും പറഞ്ഞ് കരഞ്ഞ് സമ്മതിപ്പിച്ച് വന്നിരിക്കുകയാണ്. ഇർഫാൻ നമ്മൾ ജിമ്മിൽ പോയത്, ഇർഫാൻ ജിമ്മിൽ പോയി ജിമ്മിൽ മസിലൊക്കെ വന്നു. ഓപ്പി. അപ്പോൾ ഗൈസ്, അപ്പം ഇപ്പം സമയം എത്രയാണ്? ഇപ്പം ചൂട് ഫാനിൻ്റെ സൗണ്ട് കേൾക്കൊടിക്കാൻ 11:27, 2:30-ക്കാണ് കളി. അപ്പം അത്രയും നേരം നമ്മൾ റീല് ഷൂട്ട് ചെയ്യുന്നുണ്ട്, റീലെടുക്കണം. പിന്നെ ഒരു ഷോർട്സ് കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അതും കഴിഞ്ഞിട്ട് വരാം. അപ്പം 2:30-ക്ക് നമുക്ക് കാണാം. പോയടാ അവിടെ നോക്ക് ഗൈസ്. ഹലോ ഗൈസ്, പാട്ട് വിടുമ്പോ അപ്പോൾ ഇർഫാനും സുഫിയാനും എന്ന പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മണിക്ക് കാണാം. ബൈ. ഇത് പെപ്സി അമരേന്ദ്ര ബാഹുബലി. മതി അമരേന്ദ്ര ബാബു, ഞാൻ കുടിച്ചില്ല കൊടുത്താ കുടിച്ചെടുക്കാൻ തിരിച്ചു വെച്ചെടുക്കണം. Guys, she is drinking alcohol. She is recording. അപ്പം നേരത്തെ ഇവിടെ കളി കാണുന്നത് തീർന്ന് ഒരു ഷോർട്സ് വരുന്നുണ്ട്. ഷോർട്സ് വേണമെങ്കിൽ പാട്ട് ഏതാ പാപ്പ ഇടാൻ വേണ്ടിയെ കട്ടിട്ടവാ. മത്തള ഉത്തള കവിഞ്ഞ പാട്ടിടാ. അത് ശരി, അത് ഓക്കെ, അതിപ്പോ എടുക്കാല്ലേ. എവിടെ പാട്ടിട്ട് കളിയാ? ഹലോ അവിടെ ആളൊക്കെ ഉണ്ട്. ഉറങ്ങുന്നു. ഒരുമിച്ച് പാടും. വിഷയത്തിൽ നിന്ന് തന്നെ മാറും. നമ്മൾ ഇന്ന് ഫിഫ നമ്മൾ ഹാളൻഡിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് പാടുന്നു. ഹാളൻ ബക്കറിനോട്
ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ. എന്താ കയ്യിലൊക്കെ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഫോൺ ഇട്, പാട്ട് പാട്, നല്ല പാട്ട് പാട്. പാടടാ. എന്റെ ഫോൺ അല്ല. അടിയാ കോപ്പിറൈറ്റ് അടിക്കും ചിലപ്പോ. അതൊന്നും കുഴപ്പമില്ല, എങ്കിൽ ഞാൻ പാടാം. കോപ്പിറൈറ്റ് അടിക്കാതിരിക്കും. എന്തിന് റീലിടാൻ? സ്റ്റോറി ഇടാ, സ്റ്റോറി ഇടാ. അല്ല റീൽ, നിങ്ങൾ റീൽ ഇടും. പാടണ്ടേ? ഈ പാട്ടിന് കോപ്പിറൈറ്റ് അടിക്കുന്നത്. ആലോചിക്കാറില്ല, അടിയത്തില്ല. ഇത് പാടാ, ഇത് പാടാ. അതൊക്കെ വെള്ളി അടി. അണഞ്ഞളിയാത് വേറെ അതൊക്കെയാണ് നമുക്ക് ഹിന്ദി പാടാം, ഹിന്ദി പാടാം. ആ വേണ്ടളിയാ, നീ പാടണ്ട. നല്ലൊരു പാട്ടാണ്. എടാ ഇപ്പം വേറെ ഇട്ടും ഞാൻ എടാ ജോള് പാടറാ. ഇത് പാട്. അതിനെന്നെ നമുക്ക് പാട്ട് പാടിയല്ല. വലിയ പാട്ട് പാടില്ല. അഴകേ ഫാത്തിമ നെഞ്ചുക്കുള്ള നീ താനെ, കണ്ണുകൾ മുഴുതും നീ താനെ. ഭയങ്കര പാട്ടാണ്. ഫാത്തിമ ഫാത്തിമ അഴകേ നീ ആകാശക്കോടിൽ വിളിച്ചാലും താരമായി ഞാനെത്തും ചാരേ. അഴകേ നീ ആകാശക്കോടിൽ വിളിച്ചാലും താരമായി ഞാനെത്തും ചാരേ. എന്റെ കൽബ് നീയാണ്, നിന്റെ ഹൃദയം എനിക്കാണ്, എന്നെ വിട്ട് പോവാതെ ഫാത്തിമ ഫാത്തിമ. നമുക്കല്ല എല്ലാ ഫാത്തിമമാരെ ഇതിന്റെ അടി വന്ന് കമന്റ് ഇടണം. പറ ഇർഫാന്റെ ഐഡി പറഞ്ഞു കൊടുക്കും. ഇർഫാനെ വന്ന് മെസ്സേജ് ഇടണം. ഇർഫാനി, ഇർഫാനല്ലേ സുഫിയാനല്ലേ? അപ്പം പിന്നെ നമ്മുടെ പേജിന്റെ പ്രൊമോഷൻ ചെയ്യാ. നമ്മുടെ പേജ് അൻവറെ എല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ റീൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കൂട്ടുക, അതുപോലെ തന്നെ വ്യൂസ് കൂട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിരുന്ന നമ്മൾ ഇതുപോലത്തെ എല്ലാ ഖറാമ്പറും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അപ്പം എത്തുന്നതായിരിക്കും. മണിയടിനാഥം എന്താ മണിയടി? ഓക്കെ ഗൈസ്, അപ്പൊ പാട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം കഴിഞ്ഞില്ലേ? അല്ല പാട്ട് എടുക്കാൻ പോയില്ലേ? അത് റീൽ എടുക്കാനുള്ള പാട്ടാണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് മാച്ചിൽ വരാം. ഇനി വല്ലതും അഹങ്കാരന്മാരെ കാണിക്കുകയാണെങ്കിൽ എടുത്തിടാം, അതേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ വ്ലോഗ് ഒരു എത്ര എന്താ ഡിലീറ്റ് ചെയ്തോ? ഡിലീറ്റ് ആയി, മാറിപ്പോയില്ല. കൺട്രോൾ അടിച്ചിട്ട് ഇത് കുറച്ചടാ, മൗസ് കുറച്ച് താത്തടിച്ചു. കൺട്രോൾ അടിച്ച് മേലോട്ട് അപ്പം സുഫിയാൻ മതി ഇതൊക്കെ മതി, പാട്ടൊക്കെ മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കളിയുടെ സമയത്ത് കാണാം. കളിയാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ കളി. പ്രഡിക്ഷൻസ് പറയാം. പ്രഡിക്ഷൻസ് അതെ, നമുക്ക് പ്രഡിക്ഷൻസ് അപ്പൊ നമുക്ക് അപ്പം എടുക്കാം. നോർവേ ജയിക്കും. ഹാളണ്ട് 2 ഗോൾ അടിക്കും. ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് എടുക്കും. ഇതെന്നെ മനസ്സിലായി. ഞാൻ പറയാം 4-2 1 ഇംഗ്ലണ്ട് ജയിക്കുക, അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോകും. ഞാൻ പറയുന്നത് 2-0 പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോയാൽ ആര് ജയിക്കും? ഇംഗ്ലണ്ട്. ഞാൻ പറയുന്നത് 2-0 ജയിക്കും. നോർവേ ജയിക്കും. ഇവ നേരത്തെ ഇംഗ്ലണ്ട് ജയിക്കുന്നില്ലടാ പറഞ്ഞേ. നോർവേ തന്നെ പറഞ്ഞു. അളി ഇംഗ്ലണ്ട് എന്നല്ലടാ പറഞ്ഞേ. ഞാനെന്ത് ഇവ മാത്രമേ പറഞ്ഞു ഇംഗ്ലണ്ടിന്റെ. നോർവേ ജയിക്കും. ഇംഗ്ലണ്ട് ജയിക്കുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ചുമ്മാ നോർവേ. ഞാൻ പറയുന്നു
നോർവേ. ഓക്കെ ഗൈസ് ഇപ്പം നോർവേ ഫാൻ. അർജന്റീന കഴിഞ്ഞ. ഓക്കെ ഗൈസ് അപ്പം എല്ലാവരും നോർവേ ജയിക്കുന്നതാണ് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ കളി അത്ര മോശമൊന്നുമില്ല, ഹാരി നല്ല ഫോമിലാണ്. പിന്നെ അതുപോലെ തന്നെ ഹാളൻഡും നല്ല ഫോമിലാണ്. ഒന്ന് ഗോളുകൾ പ്രതീക്ഷിക്കാം. സ്കോർ എത്ര ഐ തിങ്ക് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ഹാളൻഡ് എംബാപ്പെ. എംബാപ്പെ ഫൈനലിൽ എത്തിയ മെസ്സി, ഫൈനലിൽ എത്തിയില്ലെങ്കിൽ എംബാപ്പെ അല്ലെങ്കിൽ ഹാളൻഡ്. ഈ കളി ജയിക്കണേ തോക്കും. നോ ബ്രോ. കാരണം എന്റെ വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ ഇതിലെ കളിയാണ്. ഇംഗ്ലണ്ട് ഹാരിക്കനൊക്കെ കമ്പാക്ക് അടിച്ച കളിയായിരുന്നു. പിന്നെ ഒരു നോർവേ ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് കംബാക്കിന്റെ കാര്യം പറയുന്നത്. എന്റെ പ്രഡിക്ഷൻ പറയുന്നത് നോർവേ ഇന്ന് ജയിക്കുന്നതാണ്. ഒന്നുകിൽ നോർവേ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, രണ്ടേ ഉള്ളൂ. ജയിക്കും. അർജന്റീനയുടെ പ്രഡിക്ഷൻ ഞാൻ പറയട്ടാ. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ. അത് എന്റെ കണ്ണടിച്ച് വന്നു. അപ്പൊ ഗൈസ് നമുക്ക് 2:30 കാണാം. 2:15 ആകുമ്പോ കാണാം. ഓക്കെ നീ കാണുമല്ലോ. മറ്റേ മന്തി കാണാൻ പോയത് 350 പേര് കണ്ടു. അതിന് വാച്ചാറ് കയറി. അല്ലല്ല അതല്ല, അത് ഞാൻ കണ്ടില്ല. എന്താ നമ്മള് മിക്കവാറും ഉറങ്ങി കിടന്നപ്പോ എന്തൊക്കെ എടുത്ത് പോയിട്ട് റീച്ച് കൂട്ടിയിരുന്നു. എടാ അത് സംബന്ധിച്ച് എനിക്ക് 3 അക്കൗണ്ട് ഉണ്ടല്ലോ. ആ 3 ഇമെയിൽ ഐ ഡി ഞായിരുന്നു കണ്ട്. പക്ഷെ കേറിയില്ല അളിയ. ഞാൻ വ്യൂസ് കയറി, പക്ഷെ വ്യൂസ് കയറിയില്ല. പക്ഷെ 300 ജെന്യൂൻ വ്യൂസ് അടിയ. ഞാൻ അല്ലാതെ ബാക്കി 350 അല്ല 350 ജെന്യൂൻ ഉണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് 2:15 കാണാം. ഓക്കെ വേണ്ട നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് എടുത്തിട്ട് ഇർഫാൻ അവിടെ വീഡിയോ സെറ്റ് ചെയ്ത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇർഫാൻ ലൈറ്റ് സെറ്റ് ചെയ്ത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇർഫാൻ ഇരിക്കുകയാണ്. ആ ഗൈസ് പറയാൻ മറന്നു, നമ്മുടെ ജാനകി അമ്മ ഇവിടെ വാങ്ങിയല്ലേ. ഒരു കവറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഓട്ടയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ പാട്ടും പാടി റീലും എടുത്തു. അപ്പം പാട്ട് പാടിയില്ലേ? അത് ഇടാം, കുഴപ്പമില്ല. കൊള്ളാളിയ സുഫിയാൻ 12 മണി 1 മണിയായതാ. 1 മണിയായപ്പോഴത്തേനും സുഫിയാൻ ചരിഞ്ഞ്. നമ്മൾ വിചാരിച്ച് റീൽ എടുക്കുന്ന കുറച്ച് തിരക്കിലാണ്. നമ്മൾ ഷോർട്സ് ഇട്ടു, അത് പോയി കാണുന്നവർ കാണുക. അപ്പൊ അവിടെ മല്ലിയെ സപ്പോർട്ട് വൈറലാവട്ടെ എന്തെല്ലാം കഷ്ടം. അപ്പം ഇനി 1.5 മണിക്കൂറിന്റെ കഴിയുമ്പോഴത്തേന് നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇർഫാൻ ഇപ്പോഴേ ഉറക്കം തുടങ്ങി. എഴുന്നേക്കാണ്ട് റീൽ എടുക്കാനുള്ള ഒരുമാതിരി ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പം റീൽ എടുത്തിട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആകണം. ഓക്കെ, എന്നാലേ നമ്മൾ വൈറലാവത്തുള്ളൂ. അതെ, വൈറലാവണമെങ്കിൽ വേറൊരു വിദ്യ ഉണ്ട്. പക്ഷെ ഇർഫാൻ അത് പറഞ്ഞു തരും. ഇർഫാൻ വൈറലാവാനുള്ള വിദ്യ പറഞ്ഞപ്പോഴേ ഇർഫാൻ സുഫിയ ഉറങ്ങി. നമുക്ക് ഫുട്ബോൾ കളി കാണാൻ വരാം. ഓക്കെ ബൈ. ഫൈനലി പറയട്ടെ, അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ഉറങ്ങിപ്പോയി. ഇർഫാൻ മാത്രമാണ് കളി കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു 60 മിനിറ്റ് തൊട്ട് കളി കാണാൻ തുടങ്ങി. ഇർഫാൻ മാത്രമാണ് കളി കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 4:26. റീലും എടുത്ത് ഉമ്മാരൊക്കെ ഉറങ്ങി. ഞങ്ങളെ റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. റീലും എടുത്ത് കംപ്ലീറ്റ് ആയില്ല, കുറച്ചുണ്ടല്ലേ കളി. കളിയുടെ ഇപ്പം ഇപ്പോഴത്തെ സ്റ്റാറ്റ്സ് എന്താ? 1-1. നമ്മുടെ അക്കു അവിടെ കിടന്നുറങ്ങുന്നു. സുഫിയാണ് മെയിൻ. സുഫിയാണ് ഉറക്കത്തിന്റെ മെയിൻ. ഉറങ്ങി ചത്ത്. ഫ്രാൻസ് നോർവേ നല്ല കളി. റീലും എടുത്ത് കുറച്ച് ആയി.
ഇനി കുറച്ചുകൂടെ എടുക്കാറുണ്ട്. അപ്പം കിടന്ന് ഈ സുഫിയാൻ കിടന്ന് ഉറങ്ങി. ഇനി എങ്ങനെ എടുക്കുന്നുണ്ട്. ഇർഫാനെ ഉറങ്ങുന്ന സീൻ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇർഫാന്റെ കുറച്ച് ഇതായി. എൻ്റെ എന്തെങ്കിലും ഇനി എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ സുഫിയാൻ്റെ ഷോട്ടാണ് ഇനി എടുക്കാനുള്ളത്. പിന്നെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കളി കാണട്ടെ ആദ്യം പോയി. ഇനി തലവേദന എടുക്കുന്നു. ഉറങ്ങും. അർജന്റീനയുടെ കളിയൊക്കെ എന്തോ ആ കളിയാ. ഉറക്കത്തിലാണ്. ഉറങ്ങില്ല. ഓക്കെ, അപ്പം കളി കഴിഞ്ഞിട്ട് കാണാം. അർജന്റീനയുടെ കളി കാണാൻ ഇരിപ്പുണ്ടെങ്കിൽ കാണാം. കളി എങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് പോയേക്കാണ്. എന്തിനും പറ. അതെ, കളി എക്സ്ട്രാ ടൈമിലോട്ട് പോയേക്കാണ്. ഇംഗ്ലണ്ട് 1, നോർവേ 1. കളി എക്സ്ട്രാ ടൈമിൽ പോയ സ്ഥിതിക്ക് ഞാൻ ഇർഫാനും നല്ലൊരു തീരുമാനമെടുത്തു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ. എനിക്ക് നല്ല വേദന എടുക്കുന്നേ. വേൾഡ് കപ്പ് കാണാൻ പോയ അവസ്ഥ. ഇർഫാൻ പോയി കിടന്നു. രാവിലെ അർജന്റീനയുടെ കളി കാണാൻ എഴുന്നേക്കാന്ന് പറഞ്ഞു. എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം ഉറങ്ങട്ടെ. ആലോചിച്ചാൽ ഈ കളി കാണണമെന്ന് വയ്യ സത്യമായിട്ടും വയ്യ. ഉറങ്ങി ചത്ത്. ഓക്കെ, അപ്പം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ അർജന്റീനയുടെ കളി എഴുന്നേക്കുവാണെങ്കിൽ കാണാം. ഓക്കെ ഗൈസ്, ഫൈനലി നോർവേ പുറത്താക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു കളിയായിരുന്നു. ഉറങ്ങിയില്ല ഞാൻ. ബാക്കി കളി കണ്ട്. വെല്ലിംഗത്തിൻ്റെ കീഴിൽ ഒരു ഗോളിൽ ഇംഗ്ലണ്ട് ഒരു ഗോൾ അടിച്ച് നോർവേ ഔട്ടായി. നോർവേ മാക്സിമം നോക്കി ആളെന്നെ സബ്ബിറക്കി പോയി. മാക്സിമം നോക്കി അടിക്കാൻ സമ്മതിച്ചില്ല. നോർവേയുടെ കളി അത്രേ ഉള്ളൂ. അത് കാണാൻ പറ്റി. അർജന്റീനയുടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഉറക്കുമ്പോൾ അത്രയ്ക്ക് ഉറക്കവും തലവേദന. ഇർഫാൻ പോയി. ഇവിടെ കൊണ്ട് 2 എണ്ണം കിടക്കുന്നു. ഇർഫാൻ കളിയാ ഇംഗ്ലണ്ട് ക്വാളിഫൈ കളിയാ. എൻ്റെ ഇംഗ്ലണ്ട് ജയിച്ച് നോർവേ തോറ്റ് 2-1. എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇർഫാൻ ഉറങ്ങി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ദിവസം അങ്ങനെ എഴുന്നേറ്റ് കളി പകുതിയാകുമ്പോൾ എഴുന്നേറ്റ് അർജന്റീന ഒരു ഗോൾ അടിച്ചില്ലേ. അർജന്റീന ഒരു ഗോൾ അടിച്ചു. ഇർഫാൻ ടൈം ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വിളിച്ചു. പിന്നെ എന്താണ് പറയാനുള്ളത്? ആരാ അടിച്ച്? അത്രയുള്ള എന്താണ് നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കളി കാണണമെന്നുണ്ട്, പക്ഷെ ഉറങ്ങണമെന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉറങ്ങാം. എഴുന്നേക്ക്. ഇല്ല, ഉറങ്ങുന്നു. ഇത് ഇർഫാൻ ഫോഗിയാണ്. ഇർഫാൻ ഉറക്കം വരുത് എന്ന് പറഞ്ഞ് ഇർഫാൻ പോവുകയാണ്. അവന്മാരൊക്കെ എടുത്തിട്ട് കാരണം ഉറങ്ങുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ ഫിഫ നൈറ്റ് സംശയം ഉണ്ടായിരുന്നു. ഫിഫ നൈറ്റ് വലിയുമെന്ന്. അങ്ങനെ ഒന്ന് വലിച്ചിരിക്കുകയാണ്. അറിയാം, ഹാഫ് ടൈം ആയില്ലേ കളി. ഉറങ്ങി സെറ്റ്. വീട്ടിൽ പോയി ഉറക്കമായി കളിയോ. ഞാൻ ഉറങ്ങണോ കളി കാണണോ തീരുമാനിച്ചില്ല. കാണാം. ഇവിടെ സുഫിയാൻ പട്ടി ഉറങ്ങാം.
വക്കൂടെ ഉറങ്ങുന്നുണ്ട്. ഞായച്ചപ്പോൾ കളി ബാക്കി കാണാൻ അത് ചാർജ് ചെയ്തിട്ട് കാപ്പിയുണ്ട് വിചാരിച്ച് കളി ബാക്കി കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നെങ്കിൽ കളി കഴിഞ്ഞിട്ട് കാണാം. എന്നുണ്ട് ഉറങ്ങുന്നുണ്ട്. കളിയ അർജന്റീന ജയിച്ച് 4-0. ഓടാ എന്താ 3 കളി എടാ 4-0 ജയിച്ചെന്ന് സ്റ്റോറി ഇടുന്നില്ലേ? കളി കഴിഞ്ഞ് സമയം നോക്കാം ഇങ്ങോട്ട് 8:30. ഇർഫാൻ വീട്ടിൽ പോയി. ഇർഫാൻ പോയെന്ന് എടാ 8:30 ആയെന്ന്. ഇപ്പൊ നമുക്ക് കാണുന്ന ബാക്കി ഇല്ലല്ലോ. കളി കാണുന്നു. വളരെ നല്ലത്. ഞാൻ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ കളി തുടരാൻ വേണ്ടിയിട്ട് സുഫിയാനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. കളി തുടങ്ങാറായി. സോ ഹാഫ് ടൈം കാണാൻ തീരുമാനിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കളി കാണാൻ പോവുകയാണ്. കളി ഇപ്പോഴത്തെ സ്കോർ എന്ന് പറയുമ്പോൾ 1-0 മാക്കലിസ്റ്ററുടെ ഗോളിൽ അർജന്റീന മുമ്പിലാണ്. സുഫിയാൻ, എന്താണ് അർജന്റീനയുടെ വിജയം ഉറങ്ങി തീർത്തതിൽ പറയാനുള്ളത്? ഖേദിക്കുന്നു. എന്താ ഉറക്കമായിരുന്നു? രാത്രി 4 മണിക്കില്ലേ? 4 മണിക്ക് 4 മണി കഴിഞ്ഞ്. സോ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ കളി കഴിഞ്ഞിട്ട് വരും. ഫൈനലി അങ്ങനെ അർജന്റീനക്കെതിരെ അത് വേണം. കുറെ നേരം കൊണ്ട് അവന്മാർ അടിക്കണില്ലല്ലോ എന്ന് വിചാരിച്ചു അടക്കി സ്വിറ്റ്സർലാൻഡ് അടിച്ചിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത് ഒരു ഗോൾ അടിച്ചു. ഒരു ഗോൾ അടിച്ച് സ്വിറ്റ്സർലാൻഡ്. ഇങ്ങനെ ആലോചിക്കുക എന്തുകൊണ്ട് അടിക്കുന്നില്ല. നല്ല കളിയായിരുന്നു സ്വിറ്റ്സർലാൻഡ്. അർജന്റീന ഇനി കമ്പാക്ക് അടിച്ചേ പറ്റത്തുള്ളൂ. 67 മിനിറ്റ് കളി. 67 മിനിറ്റ് അടിക്കാം, സുഖമായിട്ട് അടിക്കാം. നല്ല കളിയാണ് അടിക്കാം. സ്പീഡ് അർജന്റീനയാണ്. അർജന്റീന ദേശീയ കിട്ടുന്നത്. അർജന്റീന അല്ലടി സ്വിറ്റ്സർലാൻഡ് അടിച്ചതിനേക്കാണ് തുള്ളുന്നത്. ഇല്ലല്ല, സ്വിറ്റ്സർലാൻഡിലാണ്ട് ഇതിന്റെ മാതിരി വന്നില്ലടാ. ഇതിന് മുമ്പേ അതല്ല ഗോള് വന്നു. കൊടുത്തില്ലേ? സ്വിറ്റ്സർലാൻഡ് അങ്ങനെ അടിച്ചു. ഗോള് കൊടുത്തില്ല. പോടാ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വാർ ചെക്ക് ചെയ്യാൻ റഫറി പോയിട്ടുണ്ട്. റഫറി ഓഫ് സൈഡ് ആണ് എന്നൊരു അല്ലല്ലോ ഫൗള്. ഓക്കെ ഫൗള് വിളിച്ചത്. വാട്ട് ഈസ് ദിസ്? വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കുക. അതുകൊണ്ടാണ് കാണിച്ചത്. ഫിഫയെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചു. ഫൗളൊന്നും അല്ലേ. അതിനാടകീയതമായ സംഭവങ്ങളാണ് ഫിഫ വേൾഡ് കപ്പിൽ നടക്കുന്നത്. വെറുതെ നിന്നൊരു പ്ലെയറിന് റെഡൊക്കെ കൊടുത്തു വിടുന്നു. വെറുതെ എന്തിനാന്ന് കണ്ടില്ല. കോമഡിയെന്ന് വെച്ചാല് ഇവൻ പോയി വെറുതെ വീണാന്ന് ഇവനറിയാം. ഇവൻ അപ്പീൽ ചെയ്ത് വാറിൽ. ഇവൻ ഓൾറെഡി അവരെല്ലാം കാണുന്നുണ്ട്. റഫറി പോയി ചെക്ക് ചെയ്യുമ്പോ ഇവൻ ഊരിനടിച്ചൊക്കെ വീഴുന്നു. എന്നിട്ട് പറയാൻ എന്താ റെഡ് കാർഡെന്ന്. അവൻ എന്നിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ റഫറി പറഞ്ഞ് വെളിയിൽ പോയിരുന്ന് കാണാം, അവിടെ വെളിയിൽ TV വെച്ചിട്ടുണ്ട്, അതിനകത്തുണ്ട്, ഇപ്പൊ കളിക്കണ്ടെന്ന് പറഞ്ഞു വിട്ടു. റെഡ് കാർഡ് കിട്ടി.
നാടകീയതമായ സംഭവങ്ങളാണ് ഫിഫ 2026 അരങ്ങേറുന്നത്. അർജന്റീന ജയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അടിച്ചല്ലേ ഷൂട്ടൗട്ടിൽ പോവല്ലേ. 10 പേരെ ഉള്ളു ഇനി അടിക്കാൻ പറ്റും. 10 പേരെ ഉള്ളു ഇനി അടിക്കാൻ പറ്റും. ചുരുങ്ങിയില്ലേ 10 പേരായിട്ട്. അമ്മ അടിച്ച് ഞാൻ മറന്നുപോയി. അപ്പം ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ് ഇപ്പോൾ. അർജന്റീന ജയിക്കും എന്നാണ് പ്രതീക്ഷ. അർജന്റീന ജയിച്ചാൽ അർജന്റീനയുടെ ഇനിയുള്ള പോരാളികൾ ഇംഗ്ലണ്ടാണ്. ഇഫ് അർജന്റീന ഡിഡൻ വിൻ, സ്വിറ്റ്സർലാൻഡ് വിൽ വിൻ ആൻഡ് സ്വിറ്റ്സർലാൻഡ് ഫേസ് ഇംഗ്ലണ്ട് ഇൻ ദ സെമി ഫൈനൽ. ഹൈഡ്രേഷൻ ബ്രേക്ക് ആണ് ഇപ്പോഴും. എന്തായാലും ഇന്നത്തെ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ ഫിഫ നൈറ്റ് ചലഞ്ച് വളരെ നല്ല അഭിപ്രായം. റീലെടുത്ത് റീല് കുറച്ചുകൂടെ സെറ്റ് ചെയ്താൽ റീല് വെള്ളാളിയാ നോക്കി ബാക്കി എടുക്കണം. അത് ഒന്നുകിൽ ഇന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ബുധനാഴ്ച എടുക്കാം. ബുധനാഴ്ച വരുമ്പോൾ വൈകുന്നേരം വന്നാൽ എടുത്തിട്ട് പോകാം. ബുധനാഴ്ച കളിയുണ്ട് സെമി ഫൈനൽ അർജന്റീന കളി. ബുധനാഴ്ച അർജന്റീനയുടെ അല്ല, അർജന്റീന ജയിക്കുവാണേ അർജന്റീനയുടെ കളി. കളി കണ്ടില്ല ഇടത്തുള്ള കട്ടികളെ. ഓക്കെ, അപ്പൊ മാനുവൽ അക്കാഞ്ചിയൊക്കെ ഉണ്ട്. ജയിക്കാനുള്ള സാധ്യത ഏകദേശം അർജന്റീനയ്ക്ക് തന്നെ ആണെങ്കിലും 10ാം മിനിറ്റിൽ ഗോൾ അടിച്ചിട്ടും പിന്നീട് ഗോൾ അടിക്കാതിരുന്നിട്ടുണ്ട്. 10ാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ മാക്കലിസ്റ്റർ അടിക്കുന്നത്. അതിനുശേഷം ഇതുവരെ ഗോൾ കയറിയിട്ടില്ല. പറയാൻ പറ്റില്ല. ഇനിയാണ് ചിലപ്പോൾ അർജന്റീന കുറച്ചുകൂടെ ഇതായിട്ട് കളിക്കാൻ. കാരണം ഒരു ഗോൾ വഴങ്ങുമ്പോഴും സമനിലയിൽ നിൽക്കുമ്പോഴൊക്കെ അവന്മാർ ഭയങ്കര തളപ്പാണ്. ഇത് ഭയങ്കര പ്രശ്നമായിട്ട് കളിക്കും. ഈ കളി ആദ്യമേ കളിച്ചെങ്കിൽ നല്ലോണം ലീഡ് പിടിച്ചിരിക്കുക. നമ്മൾക്ക് പ്രതീക്ഷ കൈവിടണ്ട. അപ്പം മാക്കലിസ്റ്ററാണ് ആദ്യത്തെ ഗോൾ അടിച്ചത്. അപ്പം നമ്മൾ ഇന്നത്തെ കളി എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കാം. അപ്പം പിന്നെ എത്ര ബൈ ഫൈനലി എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയേക്കാണ്. അതിവിദഗ്ധ ഗെയിം പ്ലേ ആയിരുന്നു അർജന്റീന അവിടെ കാഴ്ചവെച്ചത്. അടിക്കാൻ പറ്റുന്ന ഒരു ഗോളുകളും അർജന്റീന അടിച്ചില്ല. ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, 6 ഷോട്ട്, 6 ഷോട്ട് ഉണ്ടായിരുന്നു. കിടന്ന ഷോട്ടായിരുന്നു. പക്ഷെ ഗോൾ കീപ്പർ സൂപ്പറായിട്ട് സേവ് ചെയ്തു. എന്താണ് കാണുന്നത്? ഞാൻ കളി കാണുന്ന അർജന്റീന എക്സ്ട്രാ ടൈം ഇല്ല, ഇപ്പൊ തുടങ്ങും. എക്സ്ട്രാ ടൈം ഇല്ല, എക്സ്ട്രാ ടൈം ഗോൾ കീപ്പർ കിടിലം. ഞാൻ കാണുന്ന അർജന്റീന അല്ല ഇവിടെ കളിക്കുന്നത്. ഞാനും ആലോചിക്കുന്നേ. പക്ഷെ ഇത് ഒരു പിടുത്തവും ഇല്ല. എന്താണ് കളിയെ പറ്റി പറയാനുള്ളത്? കളിയെ പറ്റി നീ പറഞ്ഞാണ് എനിക്കും പറയാനുള്ളത്. എന്തോ നോ ഐഡിയ. കണ്ട് എന്നെ അറിയാം. സ്വിറ്റ്സർലാൻഡ് കളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കളിക്കുന്നില്ല. അവന്മാർക്ക് ഒന്നും കേറുന്നില്ല. ഒരു റെഡ് കാർഡ് കിട്ടി. ഇത്ര അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും അർജന്റീന എടുക്കുന്ന എഫേർട്ട് ഒരു ബലം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. മെസ്സി ഓടുന്നു, പക്ഷെ അടിക്കുന്നില്ല. എന്താണ് പറയാനുള്ളത്? ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്ന് പറയുമ്പം ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്നും പോസ്റ്റിലോട്ട് എത്തുന്നില്ല. ഗോളാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഹെഡ് കോച്ച് പറഞ്ഞു കൊടുക്കുന്നു ടാക്ടിക്സും കാര്യങ്ങളൊക്കെ. ഹെഡ് കോച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മക്കളെ കെട്ടി വെച്ചേക്കുന്ന ഒരു കമ്പിയുടെ അകത്തോട്ട്, ആ വലയ്ക്ക് അകത്തോട്ട് അടിച്ചാലേ ഗോളാവത്തുള്ളൂ, എങ്കിലേ നമ്മൾ ജയിക്കത്തുള്ളൂ. വെളിയിലോട്ട് അടിച്ചാൽ കേറത്തില്ല, ജയിക്കത്തില്ല എന്നാണ്. ത്രൂ എടുക്കുന്നുണ്ടാ, കേറുന്നില്ല. അതിനകത്തോട്ട് അടിച്ചാലേ ഗോള് കയറത്തുള്ളൂ, അതിനകത്ത് അടിക്കാൻ മാക്സിമം നോക്കൂ എന്നാണ് ഹെഡ് കോച്ച് പറയുന്നത്. അതേസമയം ഇപ്പുറത്തെ ബോക്സിൽ അപ്പുറത്തെ ടീം അടിച്ചാൽ നമ്മൾ തോറ്റു പോകുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ സംഭവം നേരെ തിരിച്ചാണ്. കൈയൊക്കെ അടിച്ചു കൊടുത്ത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയൊക്കെയാണ് നമ്മുടെ ഹെഡ് കോച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും 2 ഹെഡ് കോച്ചിൻ്റെ ടാക്ടിക്സ് കൊള്ളാം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ കളിയൊക്കെ കളിക്കളത്തിൽ കണ്ടാൽ മതിയായിരുന്നു. എന്തുകൊണ്ടും അത്രേ ഉള്ളൂ. അർജന്റീന ഫാന്റെ രോദനം എന്തൊക്കെയാണ്. അങ്ങനെ 112ാം മിനിറ്റിൽ അർജന്റീന
എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഉണ്ടല്ലേ അവന്മാരെ അങ്ങനെ ആക്കി കളിപ്പിച്ച് അവസാനം അമ്മാരി പാവം എങ്ങനെയൊക്കെ ജയിച്ച് പോകുന്നു, പെനാൽറ്റി വരെ പോകുന്നു വിചാരിച്ചു. അമ്മാർക്ക് തിരിച്ചു വരാൻ ഇനി 8 മിനിറ്റ് ഉണ്ട്. ഇനി പെനാൽറ്റി പോകണമെന്നാണ് ആഗ്രഹം, പക്ഷെ കുഴപ്പമില്ല, എന്നാലും അടിച്ച് ഗോൾ. അങ്ങനെ അർജന്റീന ഗോൾ അടിച്ചു. ഒരു ചൂടില്ലാത്ത കളി, എന്തിനോ വേണ്ടി ഇതവന് എത്ര വട്ടം ചെയ്യായിരുന്നു ഇതുപോലെ വന്നിട്ട് നീ പാസ് എടുക്കണ നീ ശ്രദ്ധിച്ചാ ഈ കർമ്മ അവൻ എപ്പോഴാണ് എപ്പോഴാണ് ചെയ്യാറ് എത്ര ഒരു ചൂടില്ലാത്ത കളിയായിരുന്നു. നല്ല ടോപ്പ് ഒരു ചൂടില്ലാത്ത കളിയായിരുന്നു. എന്തിനോ വേണ്ടി കളിക്കുന്ന ഒരു കളി, ഒരു ക്വാർട്ടർ ഫൈനൽ കളിക്കുന്ന പോലെ തോന്നിയില്ല. പിന്നെ കുഴപ്പമില്ല, ഇനി അടുത്ത സെമി ഫൈനലാണ് ഇംഗ്ലണ്ടിന്റെ കൂടാണ്. ആ കളിയാണ് കാണാനുള്ളത്. ഇതുപോലെ ഇനി അർജന്റീന ടാക്ടിക്സ് ആണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കളിച്ച് ലാസ്റ്റ് ജയിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും അടിച്ചിട്ടുണ്ട്. അപ്പം മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന മെസ്സി 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 മെസ്സി. അൽവാരസ് ആണ് അടിച്ചത്. ഓക്കെ ഗൈസ്, അപ്പം കളി കഴിഞ്ഞിട്ട് ഇനി കാണാം. അവനെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അർജന്റീനക്കാർക്ക് വാരിക്കോരി യെല്ലോ കാർഡ് കൊടുക്കുന്നു. എന്തിനാണോ എന്തോ അളി വാർ ചെക്ക് ചെയ്യുന്നു അളിയാ. മെസ്സി 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 മെസ്സി. ഓക്കെ ഗൈസ്, ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ നമുക്ക് പ്രശ്നം കഴിഞ്ഞു. ഗൈസ്, വീണ്ടും ഡ്രാമാറ്റിക് മൂമെന്റ്സ് ആണ് വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 നടക്കുന്നത്. എനിക്കറിയത്തില്ല, അർജന്റീന വീണ്ടും അടിച്ച് അതിനാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അതും എക്സ്ട്രാ ടൈമിന്റെ എക്സ്ട്രാ ടൈമിലുണ്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ്? അതെ, സ്വിറ്റ്സർലാൻഡ് വീണ്ടും ഒരു ഗോൾ അടിച്ച് തിരിച്ചു വരുമെന്ന് അവരെ ചിന്തിപ്പിച്ചുകൊണ്ട് ടാക്ടിക്കൽ മൂവ് നടത്തി അർജന്റീന വീണ്ടും ഒരു ഗോൾ അടിക്കുന്നു. അർജന്റീന കളി ജയിക്കുന്നു. വിസിലടിച്ചില്ല. സ്വിറ്റ്സർലാൻഡിന് 2 ഗോൾ അടിക്കണം. 2 മിനിറ്റിനുള്ളിൽ 2 ഗോൾ നടക്കുന്ന കേസല്ല. ഓക്കെ, അവന്മാർ 1 2 3 4 5 6 7 8 9 പേരുണ്ട് അറ്റാക്ക് ചെയ്യാൻ. തീർന്നു. ഓക്കെ, അവന്മാരെ കിക്ക് എടുത്ത് ജയിക്കത്തില്ല. അർജന്റീന ഫൈനലി അങ്ങനെ അർജന്റീന സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ കൂടാണ് കളി. അപ്പം ജൂലൈ 16-ാം തീയതി രാവിലെ 12:30-ക്കാണ് കളി. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. അതാണ് കളി. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നാളെ ഇനി ഫ്രാൻസ് വരാനുള്ള ഫ്രാൻസും പിന്നെ ആരായിരുന്നു ഫ്രാൻസും സ്പെയിനും കളി, അർജന്റീന ഇംഗ്ലണ്ട് കളി. ഇവര് ജയിക്കുന്നവർ തമ്മിൽ ഫൈനലായി. മനസ്സിലായോ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഫ്രാൻസ് സ്പെയിൻ കളിച്ചാൽ ഫ്രാൻസ് ജയിക്കാനാണ് ചാൻസസ് കൂടുതൽ. അർജന്റീന ഇംഗ്ലണ്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഈ കളി വെച്ച് നോക്കാൻ ഇംഗ്ലണ്ട് ജയിക്കും. പിന്നെ അർജന്റീന ഫാനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യം പറയുന്നു. കളി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ അർജന്റീനക്ക് ജയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിച്ചിരിക്കും. സോ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഫ്രാൻസും അർജന്റീനയും വീണ്ടും ഫൈനലിലോട്ട് വരും. ഫ്രാൻസും അർജന്റീനയും വീണ്ടും ഫൈനലിലോട്ട് വരും. ഓക്കെ, ഫൈനലി അപ്പം ഫിഫ കളി കഴിഞ്ഞു. അല്ല, ഞാൻ എന്റെ മനസ്സിൽ 2 ടീമല്ലേ ഉള്ളൂ. സോ ഗൈസ്, അപ്പം ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വ്ളോഗ് വലിക്കാതെ പോയി, അങ്ങനെയൊക്കെയായിരുന്നു. രാവിലെ ഉറങ്ങിയതും എല്ലാം എടുത്തിടും. 25 കമ്പി ഇടിച്ചിടും. സോ അപ്പം ഇനി എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് പോയിക്കണം ഉറങ്ങട്ടെ. തലവേദന എടുത്തിട്ട് ശരിയടാ, തലവേദന എടുത്തിട്ട് ഞാൻ പോവുകയാണ്. ഇർഫാനെ വിളിച്ച് കളിയാ. ഇർഫാനെ വിളിച്ചിട്ട് പറ അർജന്റീന നീ ഞാൻ വീഡിയോ എടുക്കുന്നു. വിളി. അങ്ങനെ അഗെയിൻ അർജന്റീന ഇൻടു സെമി ഫൈനൽ. കളി കണ്ടോന്ന് എടുക്കൂല.
ഉറങ്ങിയായിരിക്കും, ഉറങ്ങാൻ മുട്ടി പോയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇർഫാൻ ഇറങ്ങി, സുഫിയാനും പോവുകയാണ്, അക്കോടെ ഇറങ്ങി. സോ ഉറങ്ങിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണാം. ബൈ.